യു ഡി എഫിന്റെ മേൽക്കൈ ഒന്നും കൂടി മെച്ചപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരോപണമൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മളെ കൺട്രോളിലല്ലല്ലോ. നാളെ ഇനി വേറെയും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇത്തരമല്ല സമാന സംഭവമില്ലാത്ത വേറെ സെൻസിറ്റീവായ വിഷയങ്ങൾ വരാം, അല്ലെങ്കിൽ ആരോപണങ്ങൾ വരാം, അഴിമതി ആരോപണം വരാം, വേറെന്തെങ്കിലും വരാം, ക്രിമിനൽ കേസ് വരാം. എന്തു വന്നാലും ആസ് എ ഹോൾ മുന്നണി എന്ത് ചെയ്യുന്നു, പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ഇടതുപക്ഷം നന്നായി അങ്ങോട്ട് പ്രതിരോധിക്കും, പറഞ്ഞ ആളുകളുടെ നേരെ തിരിയും. എന്നാൽ ഈ കോൺഗ്രസ് അത് ചെയ്തിട്ടില്ല. അത് ജനവികാരം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള ആ വ്യത്യാസം യു ഡി എഫിനെ കുറിച്ചുള്ള മതിപ്പ് കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നം യു ഡി എഫിന്റെ മതിപ്പ് കൂട്ടിയിട്ടേ ഉള്ളൂ. ഇല്ല, നമ്മൾ കരുതുന്ന മാതിരിയല്ല. കാരണം ജനങ്ങൾ ഇതൊക്കെ നല്ലപോലെ വിലയിരുത്തുന്നുണ്ട്. പ്രശ്നങ്ങൾ ഓരോന്ന് അതാത് സമയത്ത് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വന്ന പ്രശ്നം ഒരു നിസ്സാര പ്രശ്നമല്ല എന്നുള്ള നിലപാട് എടുത്ത് കോൺഗ്രസ് പാർട്ടി അത് നല്ല നിലയിൽ കൈകാര്യം ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്നും, അതുകൊണ്ട് അതിനെ അതേ സ്പിരിറ്റിൽ ഇന്ന് ആ പറയുന്നതൊക്കെ അങ്ങോട്ട് ചെറുക്കല്ല, കൂട്ടായി വന്ന് അതിനെ ചെറുക്കല്ല കോൺഗ്രസ് ചെയ്തത്. ആ പറയുന്നതിൻ്റെ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ നടപടിയെടുത്തു. അത് എൽ ഡി എഫിന് കഴിയാത്ത ഒന്നാണ്. ഇത്തരം ആക്ഷേപങ്ങൾ മുഴുവൻ വന്നപ്പോൾ എൽ ഡി എഫ് ചെയ്തത് ആക്ഷേപങ്ങൾ വന്ന ആളുകളെ പ്രതിരോധിക്കുക എന്നുള്ള ഒരൊറ്റ ജോലിയാണ്. ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു നടപടി ഒരൊറ്റ കേസിലും ഉണ്ടായില്ല. എന്നാൽ കോൺഗ്രസ് ചർച്ച ചെയ്തത് ഉചിതമായ നടപടി ഉണ്ടാവണമെന്നാണ്. ആദ്യം അവർ സ്ഥാനത്ത് മാറ്റി, പിന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അസലായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് എടുത്തത്. അത് വളരെ മാതൃകാപരമാണ്. ജനങ്ങളത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബന്ധപ്പെട്ട ആൾക്ക് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസ് മാത്രമാണ്. അത് കൊടുക്കാം. പക്ഷേ ആക്ഷേപം വന്നാൽ എൽ ഡി എഫിന്റെ മാതൃക, അതായത് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞവനെ മുഴുവൻ അങ്ങോട്ട് കയറി വിമർശിക്കുക, പറഞ്ഞ ആളുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ആക്ഷേപം വന്ന ആളുകളെ ന്യായീകരിക്കുക. ആ നിലപാട് കോൺഗ്രസ് എടുത്തില്ല. അത് വളരെ നല്ല നിലപാടാണ്. ഞങ്ങളത് ലീഗ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, അത് ഇനി ആ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് അതിലെടുക്കാവുന്ന, ഞാൻ പറയാം, കേരളത്തിലുണ്ടായതിൽ വെച്ച് ഏറ്റവും സമാന കാര്യങ്ങൾ അപ്പുറത്ത് വന്നപ്പോൾ ഇതിന്റെ പകുതി ഒരു നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞോ? അപ്പോൾ ഇനി അവർക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഉയർത്തി സമരം നടത്തിയ ജനങ്ങളുടെ ഇടയിൽ അവർ പരിഹാസ്യരാകുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താ അത് ബാധകല്ലേ എന്ന ചോദ്യം ഓരോ സാധാരണക്കാരന്റെ മനസ്സിലുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലോണം പ്രകടമാകുന്നു. ഇതൊക്കെ പിന്നെ നിങ്ങളെ ആളുകളെ പറ്റി ഇതിങ്ങനെയുള്ള ആക്ഷേപം ഇതേ കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളെന്താ ചെയ്തത്? അപ്പോൾ 4 പേരിൽ ഒരു പേരിൽ അങ്ങോട്ട് കൊണ്ടുമ്പോൾ 4 പേരിൽ ഇങ്ങോട്ട് എന്നുള്ള ആ തത്വം സാമാന്യ ജനങ്ങൾക്ക് നല്ലോണം അറിഞ്ഞ് അതിന് സമരം നടത്തിയ പോലും വഷളാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അസലായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇനി അതിന്റെ നാച്ചുറൽ ജസ്റ്റിസിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളും. യു ഡി എഫിനൊരു മേൽക്കൈ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടോ? യു ഡി എഫിന്റെ മേൽക്കൈ ഒന്നും കൂടി മെച്ചപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരോപണമൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മളെ കൺട്രോളിലല്ലല്ലോ. നാളെ ഇനി വേറെയും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇത്തരമല്ല സമാന സംഭവമില്ലാത്ത വേറെ സെൻസിറ്റീവായ വിഷയങ്ങൾ വരാം, അല്ലെങ്കിൽ ആരോപണങ്ങൾ വരാം, അഴിമതി ആരോപണം വരാം, വേറെന്തെങ്കിലും വരാം, ക്രിമിനൽ കേസ് വരാം. എന്തു വന്നാലും ആസ് എ ഹോൾ മുന്നണി എന്ത് ചെയ്യുന്നു, പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ഇടതുപക്ഷം നന്നായി അങ്ങോട്ട് പ്രതിരോധിക്കും, പറഞ്ഞ ആളുകളുടെ നേരെ തിരിയും. എന്നാൽ ഈ കോൺഗ്രസ് അത് ചെയ്തിട്ടില്ല. അത് ജനവികാരം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള ആ വ്യത്യാസം യു ഡി എഫിനെ കുറിച്ചുള്ള മതിപ്പ് കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നം യു ഡി എഫിന്റെ മതിപ്പ് കൂട്ടിയിട്ടേ ഉള്ളൂ.